ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മജ്ലിസിലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഒരു സംശയം ചോദിച്ചു. അതിന് മറുപടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ വന്നയാൾ ചോദിച്ചു, മാ തഖൂലു അൻത, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ ചോദ്യം കേട്ടപ്പോൾ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം കോപാകുലനായി. അദ്ദേഹത്തിന്റെ മുഖം മാറി. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, തറാനി ഫി കനീസ, ഒരു ചർച്ചിൽ നിന്ന് വരുന്ന ആളായിട്ടാണോ നീ എന്നെ കാണുന്നത്? തറാനി ഫി ബിഅ, യഹൂദരുടെ മഠത്തിൽ നിന്ന്, അവരുടെ ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഒരു യഹൂദ പുരോഹിതനോ ക്രൈസ്തവ പാതിരിയായിട്ടാണോ നീ എന്നെ കാണുന്നത്? തറാ അലാ വസതി ദുന്നാറ, അവരുടെ അരയിൽ കെട്ടുന്ന ബെൽറ്റ് പോലുള്ളത് അത് കെട്ടിയിട്ടുണ്ടെന്നാണോ നീ കാണുന്നത്? എന്താണ് എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുള്ളത്? അള്ളാഹുവിന്റെ റസൂലുകൾ പറഞ്ഞാൽ അതിനെതിരിൽ സഭ കൂടിയും സുനഹദോസ് കൂടിയും തീരുമാനങ്ങൾ എടുക്കുന്ന, അവരുദ്ദേശിച്ചതുപോലെ ആളുകളെ വിശുദ്ധരാക്കുന്ന, അവരുടെ താല്പര്യപ്രകാരം അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കുന്ന, ഹലാലാക്കിയത് ഹറാമാക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ നീ എന്നെ കാണുന്നത്? അഖൂലു ഖദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ വഅൻത തഖൂലു ലി മാ തഖൂലു അൻത, അള്ളാഹുവിന്റെ റസൂൽ ഒരു വിധി പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്നാണോ നീ എന്നോട് ചോദിക്കുന്നത്? ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ മുൻഗാമികളുടെ മറുപടി എന്ന് പറഞ്ഞാൽ. ഹാറൂൻ അർ റഷീദ് എന്നു പേരുള്ള മുസ്ലിമീങ്ങളുടെ ഖലീഫമാരിൽ ഒരാളെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ഒരുപാട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള പ്രസിദ്ധനായ ഖലീഫയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അരികിലേക്ക് അബൂ മുആവിയ അദ്ദരീർ എന്നു പേരുള്ള ഹദീസിൽ വലിയ വിജ്ഞാനമുള്ള ഒരു പണ്ഡിതൻ വന്നിരുന്നു. അബൂ മുആവിയ, അന്ധനായിരുന്ന ആ പണ്ഡിതൻ, അദ്ദേഹം വന്നിരുന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുകയാണ്. ആദം നബിയും മൂസാ നബിയും പരസ്പരം കണ്ടുമുട്ടിയ ഒരു രംഗം. അല്ലാഹു റബ്ബുൽ ആലമീൻ അവരുടെ റൂഹുകൾ പരസ്പരം കൂടിക്കാഴ്ചക്ക് അവസരമൊരുക്കിയ, അവർ പരസ്പരം സംസാരിച്ച ഒരു ഹദീസ് ഉണ്ട്. നോക്കൂ നിങ്ങൾ, ആ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദ്ദേഹം ഈ ഖലീഫയുടെ മുന്നിൽ വെച്ച് സംസാരിച്ചു. അവിടെ പല ആളുകളും ഉണ്ടായിരുന്നു. ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട വലിയ ഉന്നത കുലത്തിൽ ജനിച്ച ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഐന ലഖിയ ആദമു മൂസ, എവിടെയാണ് ആദം നബി മൂസാ നബിയെ കണ്ടത്? ഫഗാദിബ റഷീദ്. ഇത് കേട്ടപ്പോൾ ഖലീഫയായ ഹാറൂൻ റഷീദ് അദ്ദേഹം കോപിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അന്നത വസൈഫ് സിന്ദീഖുൻ വല്ലാഹ്, എടുക്ക്, വാളെടുക്ക്. നിത്ത എന്ന് പറഞ്ഞാൽ വധശിക്ഷ നടപ്പിലാക്കുമ്പോൾ ആളുകളെ കയറ്റി നിർത്തുന്ന ഒരു വിരിയുണ്ട്, അതിങ്ങെടുക്ക്. സിന്ദീഖാണ് ഇവൻ, മതനിഷേധിയാണ്, വല്ലാഹ് എന്ന് പറഞ്ഞ് ശിക്ഷ നടപ്പിലാക്കാൻ ഹാറൂൻ റഷീദ് കൽപ്പിക്കുകയാണ്. സിന്ദീഖുൻ യത്അനു ഫീ ഹദീസ് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കുറ്റം പറയുക, ഹദീസിനെ തള്ളാൻ ശ്രമിക്കുകയോ? ഇത് കേട്ടപ്പോൾ ഹദീസ് പറഞ്ഞു കൊടുത്ത ആ പണ്ഡിതൻ അബൂ മുആവിയ അദ്ദരീർ അദ്ദേഹം ഖലീഫയെ സമാധാനിപ്പിച്ചു എന്നാണ്. അദ്ദേഹം പറഞ്ഞു, കാനത് മിൻഹു ബാദിറ, അയാൾ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. വലം യഫ്ഹം യാ അമീറൽ മുഅ്മിനീൻ, അയാൾ കാര്യം തിരിയാതെ പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞ് ഈ പണ്ഡിതൻ പറഞ്ഞു ഖലീഫയെ ശാന്തനാക്കി എന്നാണ്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾക്ക് മേൽ ശബ്ദമുയർത്തിയാൽ നമ്മുടെ മുൻഗാമികൾ അതിനോട് പ്രതികരിച്ച രൂപം എങ്ങനെയാണ്? അല്ലാഹു പറഞ്ഞില്ലേ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗതി നബി, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയുടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്താൻ പാടില്ല. മഹാന്മാരായ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ അവർ പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്തിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്? അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ പൊളിഞ്ഞു പോകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബിയുടെ ശബ്ദത്തിനുമേൽ ശബ്ദമുയർത്തിയാൽ അവന്റെ സ്ഥിതി ഇതാണ് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും? അത് ഈ കാലത്തിന് യോജിക്കുമോ? അത് ഈ ശാസ്ത്രത്തിന് യോജിക്കുമോ? അത് ബുദ്ധിക്ക് യോജിക്കുമോ? അത് നമ്മുടെ പാർട്ടിക്ക് യോജിക്കുമോ? ഈ രൂപത്തിലുള്ള ന്യായങ്ങൾ പറയുന്ന, നബി പറഞ്ഞ അഭിപ്രായത്തിനുമേൽ തന്റെ അഭിപ്രായം ഉയർത്തി വെക്കാൻ ശ്രമിക്കുന്നവരുടെ സ്ഥിതി എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്.